നമ്മൾ വീണെടുക്കുക. നമ്മൾ ഉയർന്ന മറ്റേ KGF കണ്ടിട്ടില്ലേ, അടി കൊണ്ട് നമ്മൾ വീണെടുക്കും. പിന്നെ ഒരു വരവുണ്ട്. പക്ഷേ ഐ തിങ്ക് ദ മർഡർ ഈസ് എ ഫൂൾ. അതങ്ങനെ ഫിംഗർ പ്രിന്റ്സിന്റെ കാര്യം പപ്പ ഇറ്റ്സ് ലൈക്ക് ഇഫ് യു വെയർ എ ഗ്ലൗസ് ദെൻ ഫിംഗർ പ്രിന്റ്സ് വോണ്ട് കം. അപ്പൊ ഞാൻ ഇവളെന്നെ ആയിട്ട് തട്ടിയിട്ട് 1 കോടി രൂപ വാങ്ങിക്കുന്ന ഒരു സുഹൃത്ത് എനിക്കില്ല. ഓക്കെ, ഇല്ല 5 പടമാണോ പൊട്ടിയിരിക്കുന്നത്. ഞാൻ ഓളത്തിന് പറയുന്ന ആളായിട്ട് തോന്നുന്നുണ്ടോ? എന്നോട് എനിക്കൊരു പ്ലാൻ ഉണ്ട്. അതാണ് അവന് വ്യക്തമായ പ്ലാൻ ഉണ്ട്. வாழ்க்கையில யாரு ஃபர்ஸ்ட் வராங்கிறது முக்கியம் இல்ல, லாஸ்ட்ல யாரு ஃபர்ஸ்ட் வராங்கிறது தான் முக்கியம். അവൾക്കറിയോ? അവളെ പറഞ്ഞു കൊടുത്തു എന്താണ് വിഷു എന്ന് പറഞ്ഞ ഇതാണ്, ഓരോ ആഘോഷങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പൊ അവള് പഠിച്ചു തുടങ്ങിയ. ഏത് അവളോ? ആരാധ്യ. ആ പിന്നെ വിഷുവിനെ പറ്റി ഞാൻ അധികം പറഞ്ഞു കൊടുത്തില്ല. കൈനീട്ടം കൊടുക്കേണ്ടി വരും ഓർത്തിട്ടേ. അത് മാത്രമല്ല, ഇപ്പൊ അവള് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇപ്പൊ ഞാൻ സിനിമയൊക്കെ കാണുന്ന സമയത്ത് ഞാനിങ്ങനെ ഹൊറർ സിനിമ അല്ലെങ്കിൽ ത്രില്ലർ ആയിക്കോട്ടെ എല്ലാ സിനിമയും കാണിക്കുന്നു. കാരണം നാളെ എപ്പോഴെങ്കിലും ഇതൊക്കെ കണ്ടിട്ട് പേടിക്കണ്ടല്ലോ. അപ്പൊ ആദ്യമേ ഇതൊക്കെ കാണിച്ചു തുടങ്ങി കഴിഞ്ഞാൽ അപ്പൊ ഞാൻ നേരെ തിരിച്ചാലോചിക്കുന്നത്, ആദ്യമേ ഇതൊക്കെ അങ്ങ് കാണിച്ചു തുടങ്ങാം. ചിലരൊന്നും ആക്ഷനും സിനിമകളൊന്നും ഒരു പ്രായം കഴിഞ്ഞാലേ കാണിക്കാം. അപ്പൊ ഞാൻ പറയും ഇത് സിനിമയാണ്, ഇത് റിയാലിറ്റി അല്ല എന്നൊക്കെ പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് അറിയാം. ഇപ്പൊ സിനിമയാണെന്നുള്ളതൊക്കെ അറിയാം, അതൊന്നും റിയൽ അല്ല എന്നുള്ളതൊക്കെ അറിയാം. പക്ഷെ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസം മുന്നേ ഞാനൊരു സിനിമ കാണിച്ച്, ഇങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഒരു മർഡർ മിസ്റ്ററി ഒരു സിനിമ, ഒരു ഹിന്ദിയിലൊരു സിനിമ കാണിച്ചുകൊണ്ടിരുന്ന സമയത്ത് അപ്പം ഞാനിങ്ങനെ പറഞ്ഞത്, ഇപ്പോൾ പോലീസ് വരും, അയാൾ ഇപ്പം ഹീസ് ഡെഡ്, ഹീസ് ഗോയിങ് ടു കം, ദ പോലീസ് ഈസ് ഗോയിങ് ടു കം. ഐ നോ അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ അവൾ പറയും അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം ഇനിയിപ്പോൾ പോലീസ് വന്നതിന് ശേഷം ഇങ്ങനെ മർഡറിനെ കണ്ടുപിടിക്കും, എന്നിട്ട് നമ്മൾ കോടതി കൊണ്ടുപോയി ദെൻ ഹീൽ ബി പണിഷ്ഡ്. ഓ യെസ് ഐ നോ ദാറ്റ്. അപ്പം എല്ലാം അതൊക്കെ അറിയാം. അപ്പം ഞാൻ എന്നോട് പെട്ടെന്ന് ചോദിച്ചിട്ട് പറഞ്ഞു, പക്ഷേ ഐ തിങ്ക് ദ മർഡർ ഈസ് എ ഫൂൾ. അപ്പം ഞാൻ എന്താ ഫിംഗർ പ്രിന്റ്സ് ഫിംഗർ പ്രിന്റ്സ് അറിയാം. ഓക്കെ, അത് എവിടെ നിന്ന് അറിയാം. അപ്പൊ ഞാൻ ഫിംഗർ പ്രിന്റ്സ് ചെക്കിങ് നോ. അപ്പൊ ഇവരിങ്ങനെ ചെക്ക് ചെയ്യല്ലോ ഇതൊക്കെ, അതേതോ സിനിമയിൽ കണ്ടിട്ടുണ്ട് പുള്ളിക്കാരി. ഞാൻ തന്നെ ഇരുത്തി കാണിച്ചായിരിക്കും, പക്ഷെ അന്ന് ഇവളിത് ശ്രദ്ധിക്കുന്ന കാര്യം എനിക്കറിയില്ല. അപ്പൊ എപ്പോഴും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഞാൻ ചോദിച്ചു അതെങ്ങനെ ഫിംഗർ പ്രിന്റ്സിന്റെ കാര്യം? പപ്പ ഇറ്റ്സ് ലൈക്ക് ഇഫ് യു വെയർ എ ഗ്ലൗസ് ദെൻ ഫിംഗർ പ്രിന്റ്സ് വോണ്ട് കം. അപ്പൊ ഞാൻ ഇവളെന്നെ ആയിട്ട് തട്ടിയിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങനെയൊക്കെ ആലോചിച്ചു. എന്നുവെച്ചാൽ ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ ഫിംഗർ പ്രിന്റ്സ് വരൂല എന്ന് നമുക്കറിയാം. 3.5 വയസ്സാ. അപ്പൊ ഓഫാക്കി ഞാൻ ആ സാധനം. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, പിന്നെ കാണാം. ഇത്രയും ചിന്തിക്കുന്നുണ്ട്, അപ്പൊ ഇത്രയും ആലോചിക്കുന്നുണ്ട്. അപ്പൊ എന്നോട് പുട്ട് മൂവി പുട്ട്, ഞാൻ പറഞ്ഞു വേണം, നോ ഇറ്റ്സ് ഓക്കെ, ഓഫാക്കി. അതുകൊണ്ട് ആഘോഷങ്ങളെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ശരിയല്ലോ. ഒരു കൊല്ലം ഒരു ആഘോഷം മാത്രമല്ല, ഒരു 100 ആഘോഷമല്ലേ നമുക്ക്. അതുകൊണ്ട് പക്ഷെ അല്ലാതെ ധ്യാൻ ചേട്ടൻ നല്ല അവളെ കൊണ്ട് ചെലവുണ്ടെന്ന് ധ്യാൻ ചേട്ടൻ പറഞ്ഞു. പ്രത്യേകിച്ച് പെൺകുട്ടികളാകുമ്പോ ഇപ്പൊ ഇവർക്ക് ലിപ്സ്റ്റിക് ഭ്രാന്തിയാ. 3.5 വയസ്സില് ഇവിടെ പോയാലും ലിപ്സ്റ്റിക്, ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ അതെടുത്ത് വാല് തിന്നലും എടുത്ത് തേക്കലും ഭയങ്കര പ്രശ്നമാണ് ലിപ്സ്റ്റിക്. അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും ലിപ്സ്റ്റിക് വാങ്ങണം. അപ്പൊ ഞാൻ അതുകൊണ്ട് ഈ ആഘോഷങ്ങൾ വരുന്ന സമയം നമ്മൾ കെയർഫുൾ ആയില്ലെങ്കിൽ എല്ലാ കൊല്ലം ഈ ആഘോഷം വരുന്നു. അപ്പൊ നമ്മൾ ചിലവ് കൊടുക്കുന്നില്ല, ചെയ്തു കൊടുക്കണം. ഞാൻ അധികം ഡീറ്റെയിൽ ചെയ്യാറില്ല. ഓക്കെ, അപ്പൊ ഒരു ഇതിലേക്ക് ഞാൻ പോകാം. ലവ് ആക്ഷൻ ഡ്രാമ എന്തുകൊണ്ടാ ധ്യാൻ ചേട്ടാ ആ പേരിട്ടത് ആ സിനിമയ്ക്ക്? ഒന്നും കൊണ്ടല്ല. ഇപ്പൊ നമ്മള് ഇതിപ്പോ നിവിൻ പോളി നയൻതാര സിനിമ, അടുത്ത അന്യഭാഷയിലും ഇതിലൊക്കെ നമ്മൾ പെട്ടെന്ന് നമ്മൾ റൈറ്റ്സ് പോകുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് റീമേക്ക് പോകുമ്പോൾ റൈറ്റ്സ് പോയി, അപ്പൊ അവിടെയൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നൊരു പേര് പറയുമ്പോൾ എന്താ പറയണ്ട, ബേസിൽ തന്നെ ഒരു പേരുണ്ടല്ലോ, അഖില കഠിന കഠോരമി അണ്ടകടാകം എന്ന് ഞാൻ പേരിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതാരും എന്നുവെച്ചാൽ അന്യഭാഷ, പ്രത്യേകിച്ച് അവര് സൗത്ത് ഇന്ത്യ മൊത്തം നിവിനായിക്കോട്ടെ സൗത്ത് ഇന്ത്യ മൊത്തം അത്യാവശ്യം അറിയുന്ന ആളാണ്. അപ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു പേരായിരിക്കണം, അത് ഇംഗ്ലീഷ് പേരായിരിക്കും. ഇപ്പൊ ബാംഗ്ലൂർ ഡേയ്സ്, പ്രേമം, അപ്പൊ പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഇംഗ്ലീഷ് പേരാവണം എന്നുള്ളൊരു സാധനം വെച്ചു. ബിക്കോസ് ഫോർ ദ
ഔട്ട്സൈഡ് കേരള ഓഡിയൻസ് ഫോർ ദാറ്റ് എന്ന് വെച്ചാൽ ഈസിലി ലവ് ആക്ഷൻ ഡ്രാമ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വായിക്കാൻ സുഖം അല്ലെങ്കിൽ പറയാനുള്ള എളുപ്പത്തിന് അത്ര അച്ഛന്റെ അടുത്ത് പോയി കഥ, അതായത് ചേട്ടൻ പറഞ്ഞു നല്ല പ്രൊഫഷണൽ രീതിയിൽ തന്നെയാണ് അച്ഛന്റെ അടുത്തേക്ക് ആ സ്റ്റോറി പോയതെന്ന്. പക്ഷെ ആ കഥ പോയി പറഞ്ഞു കഴിഞ്ഞിട്ട് അച്ഛന്റെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അച്ഛൻ അതെന്താ ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ മാത്രമേ പറഞ്ഞുള്ളൂ. നയൻതാരയുടെ അച്ഛൻ ഓക്കെ ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ, എന്നാ ഞാൻ ധ്യാൻ ചേട്ടൻ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ധ്യാൻ ചേട്ടൻ എന്നെ മിക്കവാറും തല്ലും. തല്ലരുത്. ആ കാണിക്കട്ടെ. ഇന്റർവ്യൂ കണ്ടോണ്ടിരിക്കുകയാണ്. ധ്യാൻ ചേട്ടൻ പിന്നെ ഓരോന്ന് വിളിച്ച് പറയുമല്ലോ. അപ്പൊ അതിനകത്ത് ധ്യാൻ ചേട്ടൻ പറയാം, ഇപ്പൊ ഡിജിറ്റലി ആണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും നമ്മൾ 2-3 അല്ലെങ്കിൽ അതിനപ്പുറം ചെയ്ത് ഒരു ഹൈപ്പിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും നമ്മൾ നമ്മുടെ ആ ഒരു അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പേയ്മെന്റിന്റെ ഇതൊക്കെ മാറ്റും എന്ന് പറഞ്ഞു. ബേസ് ലൈൻ ഒരെണ്ണം കഴിഞ്ഞ് ബേസ് ലൈൻ ഭയങ്കര ആ ആദ്യത്തെ ഇതുകൊണ്ട് തന്നെ ഭയങ്കര സക്സസ് ആയ ഒരാളാണല്ലോ. അപ്പൊ അത് കഴിഞ്ഞപ്പോ തന്നെ അവൻ അങ്ങോട്ട് കയറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ധ്യാൻ ചേട്ടൻ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ സത്യമാണോ ചേട്ടാ? അല്ല, ഞാനിങ്ങനെ ഒരു ഓളത്തിൽ ഓരോന്ന് പറയുന്നതാണ്. ഇപ്പൊ അവൻ പറയണമെന്ന് ശമ്പളം എന്തായാലും എന്തായാലും ഇതുവരെ ആരുടെ അടുത്ത് ഞാൻ മേടിച്ചിട്ടില്ല, ആരുടെ ഞാൻ ചോദിച്ചിട്ടുമില്ല, ആരും എനിക്ക് ഇതുവരെ തന്നിട്ടുമില്ല. അപ്പൊ പിന്നെ തന്നിട്ടുണ്ടാവില്ല, അവൻ ചോദിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടത്. ഓക്കെ ഓക്കെ നൈസ്. അതിൽ 2 കാര്യമുണ്ട്. ആണോ? ഓ നൈസ്, താങ്ക് യു. അപ്പോ 2 കാര്യങ്ങൾ അതിനകത്ത്. ഒന്ന്, അവനായിരിക്കുന്ന ഇരുത്തം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര സീരിയസ് അപ്രോച്ച് അല്ലേ? ഒന്ന്, അവൻ 2 പറഞ്ഞ ഞാൻ ഒരു ഓളത്തിനെ പറഞ്ഞായിരിക്കും. ഞാൻ ഓളത്തിന് പറയുന്ന ആളായിട്ട് തോന്നുന്നുണ്ടോ എന്നോട്? ഇല്ല, ഞാൻ പറയുന്നില്ല. എന്നാ പോലും ഞാൻ പറഞ്ഞ വെച്ചാ എന്റെ ആഗ്രഹമാണ് ഞാൻ പറഞ്ഞത്. അവൻ എന്റെ ഒറ്റ സുഹൃത്ത്. 1 കോടി രൂപ വാങ്ങിക്കുന്ന ഒരു സുഹൃത്ത് എനിക്കില്ല. ഓക്കെ, 1 കോടി രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഒരു സുഹൃത്ത് എനിക്കില്ല, എന്റെ പരിചയത്തിലും ഇല്ല. ഉണ്ട്, 1-2 പേരുണ്ട്. പക്ഷെ അവൻ 1 കോടി രൂപ വാങ്ങിക്കണം, അവൻ ആരെങ്കിലും കൊടുക്കണം. ഇനി അടുത്ത തവണ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാരും കൊടുക്കണം. അതെന്റെ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞ പ്രശ്നം തീർന്നല്ലോ. അവൻ ചോദിച്ചിട്ടില്ല തന്നിട്ടില്ല എന്നല്ലേ? അവൻ ചോദിച്ചിട്ടുണ്ടെന്നാണ്. അല്ല, അത് ചോദിച്ചത് എന്തുകൊണ്ടാണ്? അതായത് ഡയറക്ടറിനെ എല്ലാരെയും സാറ്റിസ്ഫൈഡ് ആക്കി പടം അത്രയും വിജയിച്ച് ഉറപ്പ് വരുത്തി കഴിഞ്ഞാണ് ഇത്രയും 3 എണ്ണമൊക്കെ കഴിഞ്ഞിട്ടാണ് ചോദിച്ചത് എന്നുള്ള രീതിയിലാണ്. ചോദിച്ചില്ലേ? ചോദിച്ചു. 3 എണ്ണം പോരാ അവന്, ഇനിയും കുറച്ചുകൂടെ ഒന്ന്. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ 3 എണ്ണമൊന്നും പോരാ. 3 എണ്ണം പോരാന്നല്ല, ഞാൻ അവന് എത്രയും പെട്ടെന്ന് 1 കോടി രൂപ ആവണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം എനിക്ക് അങ്ങനെ 1 കോടി രൂപ ശമ്പളം വാങ്ങിക്കുന്ന അധികം സുഹൃത്തുക്കളില്ല. എനിക്ക് 1-2 പേരേ ഉള്ളൂ. അതിൽ എനിക്ക് അത് അത്രയും അറിയാവുന്ന വേണ്ടപ്പെട്ട ഒരാൾ അവനാണ്. അവൻ എത്രയും പെട്ടെന്ന് 1 കോടി രൂപ കിട്ടട്ടെ ശമ്പളമായിട്ട്. അവൻ്റെ അടുത്ത പടം സൂപ്പർ ഹിറ്റ് ആവട്ടെ. അതോടുകൂടി അവൻ 1 കോടി രൂപ കൊടുക്കണം. അവൻ ചോദിക്കും, കൊടുത്താൽ ഇല്ല 5 പടമാണ് പൊട്ടിയിരിക്കുന്നത്. ഇല്ല, ഞാൻ ഒരു പടം ഓടട്ടെ. അടികപ്പേരെ കൂട്ടമണിയൊക്കെ വിജയിച്ചല്ലോ. ആ സമയത്ത് ധ്യാൻ ചേട്ടൻ കുറച്ച് റേറ്റ് കൂട്ടിയായിരുന്നു. എനിക്ക് ഇത്ര ബുദ്ധി ഇല്ലായിരുന്നു. എന്താ ധ്യാൻ ചേട്ടാ, ഞാൻ പിഞ്ചു കുഞ്ഞായിരുന്നു. ആരും പറഞ്ഞു തരാനുണ്ടായില്ലേ? അച്ഛനും പറഞ്ഞു തന്നില്ലേ? ഇല്ലെന്നേ, ആരും പറഞ്ഞു തന്നില്ല. അന്നല്ല, ഞാൻ അന്ന് 1 കോടി ഇട്ടിട്ട് ഇപ്പോഴും 1 കോടി വാങ്ങിച്ചേ. ഇപ്പൊ 1 കോടി മുണ്ട് പോലും സ്വന്തമായിട്ട് വാങ്ങിക്കാൻ ഇല്ല. ഇപ്പൊ ഞാൻ ഭയങ്കര ദാരിദ്ര്യം ദയനീയ അവസ്ഥയില. കണ്ടില്ലേ? ഇത് കേൾക്കുമ്പോ എനിക്ക് എന്താ തോന്നണെന്ന് അറിയോ? വിനീതേട്ടൻ ഈ റീസെന്റ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞു അവന് നന്നായിട്ട് അവൻ എന്താ ചെയ്യണ്ടേന്ന് അറിയാം, അവൻ ചുമ്മാ വന്നിരുന്ന് അവനെ താത്തി പറയാന്ന് വിനീതേട്ടൻ പറഞ്ഞു. പറഞ്ഞല്ലോ, മനസ്സിലായില്ല ഞാൻ ബുദ്ധി രാക്ഷസനാണ്. പിന്നെ എന്നോട് ഈ മണ്ടൻ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് മണ്ടേന്ന്. ഞാൻ പറയട്ടെ, എനിക്കൊരു പ്ലാൻ ഉണ്ട്. അതാണ്, അവന് വ്യക്തമായ പ്ലാൻ ഉണ്ട്. ഗൈസ്, നിങ്ങൾ എല്ലാരും കേൾക്കണം. ധ്യാൻ ചേട്ടന് വ്യക്തമായ പ്ലാനും ഉണ്ട്. അവൻ മനഃപൂർവ്വം ഇന്റർവ്യൂല് വന്ന് അവനെ താഴ്ത്തി അവൻ പാവമാകാൻ നോക്കുകയാണെന്ന് വിനീതേട്ടൻ പറഞ്ഞു. ആ പ്ലാന് തൽക്കാലം ഞാൻ ഇപ്പൊ എക്സിക്യൂട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. കുറച്ച് സമയം ആവട്ടെ. ഇൻഡസ്ട്രി ഇവോൾവിംഗ് അല്ലേ? ഇൻഡസ്ട്രി നമ്മളെ കയ്യിൽ, ഞാൻ അന്ന് ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞു, നമ്മുടെ കയ്യിലുള്ള മെയിൻ സാധനങ്ങളൊന്നും നമ്മൾ വീണെടുക്കുക. നമ്മൾ ഉയർന്ന മറ്റേ KGF കണ്ടിട്ടില്ലേ? അടി കൊണ്ട് നമ്മള് വീണെടുക്കും. പിന്നെ ഒരു വരവുണ്ട് வாழ்க்கையில. അപ്പൊ സിംബു പണ്ട് പടത്തിൽ പറയുന്ന வாழ்க்கையில யாரு ഫസ്റ്റ് വരാങ്கிறது മുഖ്യമല്ല, ലാസ്റ്റില് யாரு ഫസ്റ്റ് വരാങ്கிறதா മുഖ്യം. കേട്ടിട്ടുണ്ടോ? മന്മഥന്റെ സിംബു പറഞ്ഞ അതുപോലെ ലാസ്റ്റിൽ ആര് ഫസ്റ്റ് വരും നോക്കാം. അപ്പൊ തീരുമാനിക്കാന്നല്ലേ?